നമസ്കാരം എവറിബഡി, വെൽക്കം ടു മൈ ചാനൽ ദ ചെറിയൻ ഷോ. ആദ്യം തന്നെ മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ലാലേട്ട. ലാലേട്ടന്റെ ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബർത്ത്ഡേസ് ആയിരിക്കും. അത് ഫാൻസിന് വേണ്ടിയും പുള്ളിക്കും. കാരണം പുള്ളിയുടെ കരിയറിൽ ഏറ്റവും ഹിറ്റായ രണ്ട് പടങ്ങൾ, അതിന്റെ മൂന്നാം ഭാഗം ഇറങ്ങുന്ന ദിവസമാണ് ദൃശ്യം 3. ഇതിനു മുന്നേ ഇറങ്ങിയ രണ്ട് പടങ്ങളും പുള്ളിയുടെ കരിയറിലെ വൺ ഓഫ് ദ ടോപ്പ് നോച്ച് പടങ്ങളാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു ഫാൻസിന് വേണ്ടി പുള്ളി ഇന്ന പിടിച്ചോ മക്കളെ, എന്റെ സമ്മാനം, എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ദൃശ്യം 3 ബർത്ത്ഡേ ദിവസത്ത് തന്നെ ഇറക്കുന്നു. അത് എനിക്ക് തോന്നുന്നു ലോകം എമ്പാടുമുള്ള മലയാളികൾ, പിന്നെ അക്രോസ് പുള്ളിയുടെ എത്രയും ഫാൻസ് ഉണ്ട്, അവരെല്ലാരും ലാലേട്ടാ ഇതാ ഞങ്ങളുടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ പടം പോയി കാണുന്നു. അത് എന്തായാലും പൊളിച്ചടുക്കി. ഇന്ന് ഈ ഫിലിമിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഈ ഫിലിമിന്റെ കഥ പോകുന്ന രീതി, ഈ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന ജിത്തു ജോസഫിന് ഒരു രക്ഷയില്ല. പുള്ളിയുടെ മൈൻഡ് സെറ്റ്, പുള്ളി നമ്മളൊക്കെ ചിന്തിച്ച് അവസാനിക്കുന്ന അവിടെ നിന്നാണ് പുള്ളിയുടെ ചിന്ത തുടങ്ങുന്നത്. കാരണം ഇപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും, ഇത് സംഭവിക്കും, അങ്ങനെയാണ്. പക്ഷെ ട്വിസ്റ്റിന്റെ അങ്ങേ അറ്റമാണ് ഈ പടം കൊണ്ട് ചെന്നിരിക്കുന്നത്. അവസാനത്തെ രംഗം എന്ന് പറഞ്ഞാൽ പോലും ലാലേട്ടൻ അല്ലെങ്കിൽ ജോർജ് കുട്ടി അതിൻ്റെ അകത്ത് പുള്ളിയുടെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങൾ പണി തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പണി ഉറപ്പായിട്ടും ഇനി തന്നിരിക്കും. ആ ഒരു എൻഡിലാണ് പടം അവസാനിക്കുന്നത്. ലാലേട്ടൻ ഇൻ ആൻഡ് ആസ് ജോർജ് കുട്ടി പൊളിച്ചടുക്കി. പുള്ളി അല്ലാതെ ഇത്ര വൃത്തി. കാരണം ഒരു ഫാമിലി മാനായി, ഒരു ക്രിമിനലായി, ഒരു പേരന്റായി, ഒരു നല്ലൊരു ഫ്രണ്ടായി, പുള്ളിക്ക് പണി തരുന്നവർക്ക് പോലും പുള്ളി ഒരു ഹെൽപ്പ് ചെയ്യാനേ പുള്ളി നോക്കുന്നത്. കാരണം അത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. പക്ഷെ ജീവിതത്തിൽ എന്തോ ഒരു സംഭവം ഇങ്ങനെ ഒരു സംഭവം നടന്നു. പുള്ളി ഫാമിലിയെ മാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ, വേറെ ഒരു മനുഷ്യനെയും ഒരു മനുഷ്യനെ പോലും നോവിക്കാത്ത ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അത്രയ്ക്ക് പ്യൂറായിട്ടുള്ള ഒരാള് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് പറ്റുന്നു. പക്ഷെ അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല, അതൊരു ആ സമയത്തെ ആക്ഷനിൽ എന്ത് സംഭവിക്കുന്നു. സെക്കൻഡ് പാർട്ടിന്റെ ഒരു പ്രോപ്പർ കണ്ടിന്യൂഷൻ തന്നെയാണ് തേർഡ് പാർട്ടും. കാരണം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, കുറച്ച് സ്ലോ രീതിയിലുള്ള സ്റ്റാർട്ടായിരുന്നു. സ്റ്റാർട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു ക്യാരക്ടർ ബിൽഡാണ്. ഇപ്പൊ ഇത്രയും വർഷമായി ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞു, ഉടനെ തന്നെ വെട്ടിക്കുഴിച്ചു, എന്തോ കുഴിമാടത്തിൽ നിന്ന് എന്തോ പിന്നെ എടുത്തു, പിന്നെ കുട്ടിയുടെ പുറകെ പോവാ, പോലീസ്, മീഡിയ, ആ ഒരു നോർമൽ രീതിയിലല്ല പോയിരിക്കുന്നത്. കാരണം ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് ലാസ്റ്റ് ദൃശ്യം 2 കണ്ടവർക്ക് അറിയാം, പുള്ളി ഒരു ഫിലിം മേക്കർ ആവണമെന്ന് ആഗ്രഹമുണ്ട്, സ്വന്തമായിട്ട് ഒരു തിയേറ്റർ ഒക്കെ ഉണ്ട്. അപ്പൊ ഇനി സിനിമ പിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തോട് കൂടി തന്നെയാണ് ഈ പടം തുടങ്ങുന്നത്. ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച എല്ലാവരും, ആ ഫാമിലി, എൻറ്റയർ ഫാമിലി, നീന, അൻസിബ, എസ്തർ, ഇവരെല്ലാരും പൊളിച്ചടുക്കിയിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് സിദ്ദിഖിന്റെ ക്യാരക്ടർ കുറച്ചും കൂടെ ഡെവലപ്മെന്റ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ ഭാഗത്തിന്റെ അകത്ത്. മുരളി ഇതിന്റെ അകത്ത് പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ശാന്തമായി. കാരണം കഴിഞ്ഞ ഭാഗത്തില് പുള്ളി പിന്മാറി. പുള്ളിക്കറിയാം ഞാൻ തോറ്റു എന്ന ഉള്ള സമയത്ത് പുള്ളി തോറ്റു. കഴിഞ്ഞ ഭാഗത്തിൽ പുള്ളി തോൽവി അക്സെപ്റ്റ് ചെയ്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളി ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു പുള്ളിയുടെ. പക്ഷെ കുറെ അധികം പറയാനും പറ്റുന്നില്ല, കുറെ അധികം ക്യാരക്ടർ ഇതിൻ്റെ അകത്ത് ബിൽഡ് ആവുന്നുണ്ട്. അവര് പൊളിച്ചടുക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാർട്ടിങ് പടം തുടങ്ങുമ്പോഴേ ഒരു റീക്യാപ്പ് ഉണ്ട്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് ഭാഗത്തിലുള്ള റീക്യാപ്പ്. അത് ആവശ്യമുള്ള എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീൻസുകൾ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം അതിൻ്റെ അകത്ത് നല്ല വൃത്തിയായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം ഒറ്റയടിക്ക് നമ്മൾ പെട്ടെന്ന് മറന്നു പോകും പല കാര്യങ്ങളും. നമ്മൾ ഒന്ന് ആ റീക്യാപ്പ് കാണുമ്പോഴേ ശരി, ഇതൊക്കെയായിരുന്നു മെയിൻ സംഭവങ്ങൾ, നമുക്കത് കാണുമ്പോഴേ മനസ്സിലാവും. അതൊരു അടിപൊളി ഒരു സംഭവമായിരുന്നു ആ സ്റ്റാർട്ടിങ് ഉള്ള തുടക്കം. നമുക്ക് ഏറ്റവും കൂടുതൽ ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ കാണുന്നത് രണ്ടാം ഭാഗത്തിലാണ്. ആ ലെവലിലുള്ള ഒരു ട്വിസ്റ്റും സസ്പെൻസും ആ ഒരു സംഭവം മൂന്നാം ഭാഗത്ത് ഇല്ലെങ്കിൽ പോലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ്
പടം ഇങ്ങനെ അങ്ങ് കയറുമോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആയിട്ടാണ് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ക്യാരക്ടർ ബിൽഡ് മാത്രമാണ്. അത് കഴിഞ്ഞ് ഇന്റർവെല്ലിലുള്ള ഒരു സീന്, ഇന്റർവെല്ലിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ വരുന്ന ആ ക്യാരക്ടറും ആ ഒരു സീന്, അത് മോനെ, അത് കഴിഞ്ഞിട്ടുള്ള ഹൈപ്പ് എന്ന് വെച്ചാൽ പടം, അതാ പറഞ്ഞ പടം കൊണ്ട് നിർത്തുന്ന ഓരോ രംഗങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള അടിപൊളിയാണ്. പീക്ക് ലെവലിലാണ് പടം ഇപ്പൊ കൊണ്ട് നിർത്തുന്നത്. ഒരു നാലാം ഭാഗത്തിനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഇവിടെ വേണമെങ്കിൽ അവസാനിപ്പിക്കാം. നല്ല ഇതുപോലെ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു സ്റ്റോറി കാര്യങ്ങൾ നല്ല സ്ക്രിപ്റ്റോട് കൂടി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഫോർത്തും ഒരു സക്സസ്ഫുൾ പടം തന്നെ ആയിരിക്കും. എന്തായാലും എല്ലാവരും ഈ പടം തീർച്ചയായിട്ടും പോയി തിയേറ്ററിൽ പോയി കാണണം. ഇറ്റ്സ് എ മസ്റ്റ് 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 വാച്ച്. ഇതൊരു പക്ക ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ഫിലിം, ഒരു ജിത്തു ജോസഫ് ഫിലിം, ഒരു സീക്വൽ ഫിലിം, പിന്നെ ഒരു ജോർജ് കുട്ടി, ഒരു ലാലേട്ടൻ ഫിലിം. ജോർജ് കുട്ടീനോട് ഇനി കളിക്കാൻ നിന്ന പണി കിട്ടിയിരിക്കും. അത് പുള്ളി പറഞ്ഞവിടെ നിർത്തുന്നു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒരു ഇട്ടോളൂ, ഒരു ഷെയർ ഇട്ടോളൂ, പിന്നെ ഒരു സബ്സ്ക്രൈബ് ഇട്ടോളൂ. അപ്പൊ അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ടേക്ക് കെയർ.